നമസ്കാരം. രാഗാമീറ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ട കച്ചേരികളിലും മറ്റും നല്ല മേളക്കൊഴുപ്പവും സംഗീതാന്തരീക്ഷവും സൃഷ്ടിക്കാൻ കഴിയുന്ന വീരരസപ്രധാനമായ രാഗമാണ് നാട്ട. 72 മേളകർത്താ രാഗങ്ങളിലെ 36ാം മേളകർത്താ രാഗമായ ചലനാട്ടയുടെ ജന്യരാഗമാണ് നാട്ട. കൂടാതെ നാട്ട ഒരു ഘനരാഗം കൂടിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ജോഗ് എന്ന രാഗം നാട്ടയ്ക്ക് സമാനമാണ്. നമുക്ക് നാട്ടയുടെ ആരോഹണവും അവരോഹണവും നോക്കാം. സരി ഗമ പദ നീ സാ സാനി പമഗമരി സാ. അല്ലെങ്കിൽ അവരോഹണം മറ്റൊരു രീതിയിലും കാണുന്നുണ്ട്. സനി പമരി സാ. നമുക്ക് നാട്ടയുടെ സ്വരസ്ഥാനങ്ങളെ നോക്കാം. ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, അന്തരകാന്താരം, ശുദ്ധമധ്യമം, പഞ്ചമം, ഷഡ്ശ്രുതി ദേവതം, കാകളി നിഷാദം. ഇവയാണ് നാട്ടയുടെ സ്വരസ്ഥാനങ്ങൾ. 2 ഋഷഭത്തിൻ്റെയും മുകളിൽ വരുന്ന ഷഡ്ശ്രുതി ഋഷഭം ദ്വാദശ സ്വരങ്ങളിലെ ഒന്നാമത്തെ ഗാന്ധാരമായ സാധാരണ ഗാന്ധാരത്തിൻ്റെ അടിസ്ഥാനത്താണുള്ളത്. ഇതേപോലെ തന്നെയാണ് ഷഡ്ശ്രുതി ദേവതം കൈശിക നിഷാദത്തിൻ്റെ സ്ഥാനത്താണ് ഉള്ളത്. ഇത് നാട്ടയുടെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് നാട്ടയിലുള്ള പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. വളരെ മനോഹരമായ ഒരു ഗണപതിസ്തുതി നാട്ടയിലുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതർ നാട്ടയിൽ മനോഹരമായി രചിച്ച കൃതിയാണിത്. ഏകതാളത്തിലാണ് അദ്ദേഹം ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതൊന്ന് പാടാം. മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം. പിന്നെ മുത്തുസ്വാമി ദീക്ഷിതരെ തന്നെ മറ്റൊരു വളരെ മനോഹരമായ മുരുകനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതിയുണ്ട്. അത് ആദ്യതാളത്തിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സ്വാമിനാഥ പരിപാലയാശു മാം, സ്വാമിനാഥ പരിപാലയാശു മാം. പിന്നെ ശ്രീ ത്യാഗരാജസ്വാമികളുടെ ഘനപഞ്ചരത്ന കൃതികളിലെ ഒന്നാമത്തെ പഞ്ചരത്ന കൃതി ഈ രാഗത്തിലാണ്. ജഗദാനന്ദക ആരക ജഗദാനന്ദക ആരക ജഗദാനന്ദകാരക ജയ ജാനകി പ്രാണനായക ജയ ജാനകി പ്രാണനായക ജയ ജാനകി പ്രാണനായക ജഗദാനന്ദകാരക. ഇനി ഈ രാഗത്തിലെ പ്രധാനപ്പെട്ട സിനിമാ ഗാനങ്ങളെ നമുക്ക് നോക്കാം. ഭരതം എന്ന സിനിമയിൽ കൈതപ്രം രചിച്ച് രവീന്ദ്ര മാഷ് ചിട്ടപ്പെടുത്തിയ മനോഹരമായൊരു ഗാനം. KS ചിത്രയും KJ യേശുദാസുമാണ് ഈ ഗാനം ആലപിച്ചത്. ഗോപാങ്കിനി. ഈ ഗാനത്തിൻ്റെ അനുപല്ലവിക്ക് ശേഷമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ജഗദാനന്ദകയുടെ 3ാമത്തെ ചരണസ്വരം നമുക്ക് വ്യക്തമായി കാണാം. അത് നമുക്കൊന്ന് നോക്കാം. പാനി പാനി പമ 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 ഗഗ മഗ മരി സനി സഗമ പ പാനി പ സനി രി സമ ഹരി സനി പമ ഗമ പ സനി പ പനി പമരി സ സരി ഗമ എന്ന് തുടങ്ങുന്ന ചരണം അതിനുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഗാനം ഏതാണെന്ന് വെച്ചാൽ മനസ്സിൽ മിഥുനമഴ. നന്ദനം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി രവീന്ദ്ര മാസ്റ്റർ തന്നെ
സംഗീതം നൽകിയ ഗാനം. MG ശ്രീകുമാറാണിത് ആലപിച്ചിരിക്കുന്നത്. ഇതിലും നാട്ടയുടെ ഭാവങ്ങളെ നമുക്ക് വ്യക്തമായി കാണാം. ഇനി മറ്റൊരു ഗാനം ഏതാണെന്ന് വച്ചാൽ ശ്രീരാമനാമം. നാരായം എന്ന സിനിമയിൽ PK ഗോപി എഴുതി KS ചിത്ര പാടി ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകിയ ഗാനം. ഇതിൽ നാട്ടയുടെ വളരെ മനോഹരമായ ഒരു ഹമ്മിങ് പോർഷൻ ആദ്യമേ തന്നെയുണ്ട്. പിന്നെ ഉസ്താദ് എന്ന സിനിമയിൽ വിദ്യാസാഗർ സംഗീതം നൽകി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി MG ശ്രീകുമാറും സുജാത മോഹനും പാടിയ മനോഹരമായ ഗാനം നാടോടി പൂന്തിങ്കൾ. ഇതും ഇതേ രാഗത്തിലാണ്. അതേപോലെ തന്നെ പൊൻപുലരുളി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം, അതും ഇതേ രാഗത്തിൽ തന്നെയാണുള്ളത്. ഇനി നമ്മൾ തമിഴ് ചലച്ചിത്രരംഗത്തിലേക്ക് വന്നാൽ അവിടെയും നാട്ടയുടെ അതിപ്രസരത്തെ കാണാം. വിക്കപ്പിൻ്റെ അന്യൻ എന്ന സിനിമയിൽ വൈരമുത്തു എഴുതി ഹാരിസ് ജയരാജ് സംഗീതം നൽകി ഹരിഹരനും ഹരിണിയും പാടിയ മനോഹരമായൊരു ഗാനം അയ്യങ്കാരി വീട്ട് അഴകെ. ഈ ഗാനത്തിന് മഹാഗണപതിയുമായി ഒരു സാദൃശ്യമുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ വൈരമുത്തു തന്നെ എഴുതി AR റഹ്മാൻ ചിട്ടപ്പെടുത്തി ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും പാടിയ ഗാനം ഇരുവർ എന്ന സിനിമയിലെ ഗാനമാണിത്. നറുമുകയെ നറുമുകയെ, ഇതും ഈ രാഗത്തിൽ തന്നെയാണുള്ളത്. നമ്മൾ നാട്ടയിലെ പ്രധാനപ്പെട്ട സിനിമാ ഗാനങ്ങളെയും കൃതികളെയും എല്ലാം പറഞ്ഞു. പറഞ്ഞതിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയ ഒരു രാഗമായി നമുക്ക് രാഗാമീറ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.